ഹായ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു വർഷം കൊണ്ട് കായ്ക്കുന്ന മുളക് വള്ളി എങ്ങനെ നമുക്ക് ഉൽപ്പാദിപ്പിക്കുക എന്നുള്ളതാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഒരു വർഷം കൊണ്ട് കായ്ച്ച ഒരു വള്ളീനെയാണ് കാണിക്കുന്നത്. അതൊരു 4 അടി ആയിട്ടായപ്പോൾ തന്നെ നമ്മുടെ വയറിൻ്റെ ഒക്കെ ആയിട്ടെത്തുമ്പോഴത്തേക്ക് അതാണ് ഒരു വർഷമായിട്ടുള്ള മുളക് വള്ളി. അതിനെ തിരിയിട്ടിട്ടുണ്ട്. 4 അടി ആയിട്ടേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് നമ്മൾ എങ്ങനെയാണ് ചെയ്യാൻ പോകുന്നതെന്നാണ് നോക്കാൻ പോകുന്നത്. നമ്മൾ സാധാരണ മരത്തിൻ്റെ അടിയിൽ നിന്ന് മുളച്ച് വരുന്ന വള്ളിയാണ് വെട്ടി നടാറുള്ളത്. ഇത് നമ്മൾ അങ്ങനെയല്ല ചെയ്യുന്നത്. മേലേന്ന് ഇങ്ങനെ വള്ളി തൂങ്ങിക്കിടക്കും. അത് ചില മരങ്ങളിൽ നിന്ന് വേര് വിട്ട് ഇങ്ങനെ താഴേക്ക് തൂങ്ങിയിരിക്കുന്ന വള്ളീനെയാണ് എടുത്ത് നടുന്നത്. മേലെ നിന്നുള്ള വള്ളിയാണ് എടുക്കുന്നത്. അത് ആ മരത്തിൽ നിന്നിട്ട് വിട്ടിട്ടുള്ളൊരു വേരുണ്ടാവുമല്ലോ, അത് ചേർത്തെടുക്കണം നടാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ എല്ലാ മരങ്ങളിലും ഈ വള്ളി ഉണ്ടാവില്ല. മേലേക്ക് കയറാൻ പറ്റാത്ത മരങ്ങളിലാണ് ഇങ്ങനെ ഉണ്ടാവുന്നത്. ഇതിപ്പോൾ ഈ മരം മണ്ണല്ലാത്തതുകൊണ്ടാണ് അങ്ങനെ താഴേക്ക് തൂങ്ങിയിരിക്കുന്നത്. വള്ളി നടുമ്പോൾ ഒരു 2-3 വള്ളി മുറിച്ച് പീസായിട്ടാണ് നടാറുള്ളത്. ഒരു മുരുക്കിൻ്റെ മുകളിലാണ് നടുന്നത്. മുരുക്കാണ് ഉപയോഗിച്ചിട്ടുള്ളത്. കാറ്റാടീൻ്റെ മുകളിൽ നടുന്നതിന് ചെതൽ പിടിച്ച് വള്ളി അന്ന് കൊഴിഞ്ഞ് താഴേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ മുരുക്കിൻ്റെ മുകളിലാണ് നടുന്നത്. മുരുക്കിൻ്റെ മുകളിലേക്ക് അധികം പെട്ടെന്ന് ചെതൽ കയറില്ല. മുരുക്കിൻ്റെ മുകളിൽ ഉണങ്ങിയിരുന്നാൽ ചിലപ്പോൾ ചെതൽ കയറും. പച്ച മുരുക്കിൻ്റെ മുകളിലേക്ക് അത്ര പെട്ടെന്ന് കയറാറില്ല. കാറ്റാടീൻ്റെ മുകളിലേക്ക് പെട്ടെന്ന് കയറിപ്പോകും. പിന്നെ അത് മാത്രമല്ല, മുരുക്ക് നടുന്നതിൻ്റെ കൂടെ നമുക്ക് വള്ളി നടാം. കാറ്റാടി ആണെങ്കിൽ അല്ല വേറെ എന്തെങ്കിലും മരങ്ങളാണെങ്കിൽ നമ്മൾ ഒരു 4-5 വർഷം കഴിഞ്ഞിട്ടേ വള്ളി നടാൻ പറ്റുള്ളൂ. ഇത് മുരുക്കാണെങ്കിൽ നമുക്ക് അതിൻ്റെ മുരുക്ക് നടുന്ന അതേ സമയത്ത് തന്നെ വള്ളിയും ചേർത്ത് നടാം. 6 അടി 7 അടി ആയിട്ടുള്ളൊരു മുരുക്ക് കമ്പ് നട്ടാൽ അതിൻ്റെ കൂടെ ചേർത്ത് നമുക്ക് അപ്പം തന്നെ വള്ളി നടാം. ഇവിടെ നമ്മൾ 1 അടി കുഴിയാണ് കുഴിച്ചിട്ടുള്ളത്. മണ്ണിൽ ഇറങ്ങിയിരിക്കണം. 3 വേരുണ്ടതിന്. ആ വള്ളി ഇറങ്ങിയിരിക്കുന്ന പോലത്തെ കുഴിയാണ് ചെയ്തിട്ടുള്ളത്. ഇത് നടുന്നത് മഴ പെയ്ത് ഒരു 10 മഴ പെയ്ത് കഴിയുമ്പോഴുള്ള വള്ളി നടുക. അല്ലെങ്കിൽ മഴ നിൽക്കുന്ന സമയത്ത് നമ്മൾ നിൽക്കുന്ന സമയത്ത് മഴക്കാലം തീരുന്ന സമയത്ത് നടാം. നല്ല മഴ ഇല്ല സമയത്ത് നട്ടു കഴിഞ്ഞാൽ വള്ളി ഉണ്ടാവില്ല. വള്ളി ചീഞ്ഞു പോകും. ഒരു 10 മഴ പെയ്ത് കഴിയുമ്പോൾ മണ്ണൊക്കെ ഒന്ന് നനഞ്ഞിരിക്കുന്ന സമയത്ത് വള്ളി നടണം. അല്ലെങ്കിൽ മഴ നിന്ന് കഴിഞ്ഞിട്ട് നടണം. പിന്നെ ആ വള്ളീനെ മുളച്ച് വരുന്ന വള്ളീനെ നമ്മളിങ്ങനെ മരത്തിലേക്ക് പിടിച്ച് കെട്ടിക്കൊടുക്കണം. അതിനുവേണ്ടി നമ്മുടെ അടുത്തുള്ള പാക്കിൻ്റെ കൊല്ലയിലുണ്ടാകുന്നൊരു പോളയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ചോദിക്കാതെ കയറിട്ട് കെട്ടിയാൽ പോലെയാണ്. മുരുക്കായതുകൊണ്ട് കയറിട്ട് കെട്ടാൻ പാടില്ല. മുരുക്ക് പെട്ടെന്ന് വണ്ണം വയ്ക്കും. ആ സമയത്ത് കയറ് ടൈറ്റായി വള്ളി ഉണങ്ങി പോകാനുള്ള സാധ്യതയുണ്ട്. ഈ ഇതാണെങ്കിൽ നമുക്ക് 1 വർഷം നിൽക്കുള്ളൂ. അതിൻ്റെ ഉള്ളിൽ അത് ഉണങ്ങി പൊട്ടിപ്പോവും. പിന്നെ ആ വള്ളി മേലെ വരെ കെട്ടിവിടണം. മരത്തിൽ വേര് പിടിച്ചാലുള്ള വള്ളി പെട്ടെന്ന് വളരുക. അതല്ലാണ്ട് വള്ളി കുറേ നട്ടുവിട്ടിട്ട് നമ്മൾ കുഴിച്ചിട്ട് പോയിട്ട് കാര്യമില്ല. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് പോയിട്ട്, ഇടയ്ക്കല്ല വെറുതെ ഇങ്ങനെ പോകുമ്പോൾ കാണുകയാണെങ്കിൽ അത് മരത്തിൽ പിടിച്ച് കെട്ടിയാൽ മതി. അപ്പോൾ മരത്തിലേക്ക് വേര് പിടിക്കണം ആ വള്ളിയുടെ. ഈ കാണുന്ന മുളക് വള്ളിയൊക്കെ നമ്മൾ പറമ്പിൽ നിന്ന് തന്നെ വള്ളി മുറിച്ച് നട്ടതാണ്. നമ്മൾ മേടിക്കാറില്ല. വള്ളി നമ്മളെ പറമ്പിൽ നിന്ന് തന്നെ എടുക്കുന്ന വള്ളികളാണ്. നമ്മൾ പൈസ കൊടുത്ത് വള്ളികൾ മേടിക്കാറില്ല. ഇതൊക്കെ അത് കണ്ടോ, മുരുക്ക് നട്ടതിൻ്റെ കൂടെയാണ് ആ വള്ളിയും കൂടെ ചേർത്ത് നട്ടുള്ളത്.